ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഓഫർ ടൈം ആണ്. എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് എനർജി, എന്താണ് അവരുടെ സിറ്റുവേഷൻ, എന്താണ് അവരുടെ ഫീലിങ്സ്, എന്താണ്. 7 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. Ace of Wands എനർജി വന്നിട്ടുണ്ട്. Page of Wands, Eight of Pentacles. ഓക്കെ, ഇത്രയും കാർഡ് പറഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ കാർഡ്സ് എടുക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനകത്ത് നമുക്ക് 7 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ബിക്കോസ് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ജോലി ഭാരമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. റെസ്പോൺസിബിലിറ്റി അധികമാണ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പം ഈ കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇവരുടെ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളെ കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതായത് ഇപ്പം ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി പോലെയുള്ള കാര്യങ്ങളിലൂടെ മൂവ് ചെയ്ത് പോവാണ്. അതിലാണ് ഇവർ ഫോക്കസ്ഡ് ആവുന്നത്. അപ്പം അങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വികാരങ്ങൾക്കോ വിചാരങ്ങൾക്കോ ഒന്നും അവർക്കൊരു ടൈം കൊടുക്കാൻ പറ്റാത്തതുപോലെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ് കാണുന്നത്. ആൻഡ് 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യലി ആയാലും അല്ലാതെ ജോലിയിലായാലും ഇവർക്ക് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു. ലൈഫിൽ ഓരോ സിറ്റുവേഷനിലും ഇവർ വളരെയധികം ഹാർഡ് വർക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അവർക്ക് അവർ വിചാരിച്ചതുപോലെ ഒരു റിസൾട്ട് അവർക്ക് കിട്ടുന്നില്ല. എഗെയിൻ അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ്. അവരുടെ ടാലന്റുകൾ പുറത്തെടുക്കുന്നുണ്ട്, സ്കിൽ പുറത്തെടുക്കുന്നുണ്ട്. അവർ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കറൻ്റ്ലി. പക്ഷെ അതിനൊരു റിസൾട്ട് അവർക്ക് പോസിറ്റീവായിട്ടൊരു റിസൾട്ട് അവർക്ക് കിട്ടാത്തതുപോലെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലെ സിറ്റുവേഷനകത്ത്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇത് പുതിയ ജീവിതത്തിന്റെ തുടക്കം. അതായത് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് അല്ലാത്തൊരു വ്യക്തി അല്ലെങ്കിൽ മാരീഡ് കപ്പിൾസ് അല്ല നിങ്ങളെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ പേഴ്സന്റെ ലൈഫിൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് മാരേജ് പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില തീരുമാനങ്ങളോ ചില ആലോചനയും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഒരു എക്സ്ട്രാ മരീറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളതെങ്കിൽ ആ പേഴ്സന്റെ മാരീഡ് ലൈഫിനകത്ത് അവർ കുറച്ച് ഹാപ്പി ആയിട്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതലായിട്ടും കോൺസെൻട്രേഷൻ കൊടുത്ത് നിൽക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ അങ്ങനെ മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ പുതിയൊരു മാരീഡ് ലൈഫ് ഈ പേഴ്സണ് വരുന്ന ഒരു എനർജി, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആലോചനയും കാര്യങ്ങളും കാണുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് വാൻസിന്റെ എനർജി ഉണ്ടായിരുന്നു. ഇപ്പം ഫ്രീ ആയിട്ടിരിക്കാനാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഫ്രീ സ്പിരിറ്റ് ആയിരിക്കണം. ഓക്കെ, അവർക്ക് ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കാരണമുള്ള സ്ട്രെസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാനാണ് ഇവർ മെയിൻലി ഇപ്പം ആഗ്രഹിക്കുന്നത്. ആൻഡ് അതുപോലെ ഇപ്പം നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്ട് കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇൻഫോം ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്ട്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്താണോ അത് ഇൻഫോം ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ്? കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇപ്പം കരിയർ ഫോക്കസ്ഡ് ആണ്. അതായത് അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫീലിങ്സിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നില്ല. ചിന്തിക്കുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ അവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ എന്താണോ ആ ഒരു കരിയർ ഫോക്കസ്ഡ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള കാര്യം എന്താണോ അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, പക്ഷെ അവർ ആലോചിക്കാറുണ്ട്, ഡേ ഡ്രീം ചെയ്യുന്നത് പോലെ ആലോചിക്കാറുണ്ട് നിങ്ങളുടെ പേഴ്സൺ.
5 ഓഫ് വൺസ്, അതുപോലെ ചാരിയറ്റ്, ഹെർമിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഈഗോ ഉണ്ട്, നല്ല രീതിക്ക് തന്നെ ഈഗോ ഉണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയി മിണ്ടട്ടെ എന്നുള്ളൊരു ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയി മിണ്ടട്ടെ എന്നുള്ള ഈഗോ ആയിരിക്കാം. അപ്പം ഈ പേഴ്സൺ എന്തായാലും ഒരു ഈഗോ ഉള്ളതായിട്ട്, നിങ്ങളുടെ ഇടയിൽ ഈഗോ ക്ലാഷസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളും അതേ എനർജിയിൽ തന്നെ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. ആ പേഴ്സൺ ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ആ പേഴ്സണായിട്ട് ഇങ്ങോട്ട് മിണ്ടി വരട്ടെ എന്നുള്ളൊരു തോട്ടിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പം എന്തൊരു ഈഗോ ക്ലാഷിങ് ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ അത് നല്ല രീതിക്കുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. സോ അത് നിങ്ങളുടെ ബന്ധത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഈഗോ സൂക്ഷിച്ചു വെക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം വെക്കുന്നത് പോലെ. അതുപോലെ തന്നെ ഇവിടെ ഹെർമറ്റിന്റെയും ചാരിയറ്റിന്റെയും കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് ഈ പേഴ്സൺ വരാൻ വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളിലേക്ക് അഗെയിൻ പ്രപ്പോസ് ചെയ്ത് വരിക, അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടം പറഞ്ഞു വരിക, ഒന്നും കൂടി കൂട്ടുകൂടാൻ വരിക, അത് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവരത് സ്ലോ ആണ്, ആ ഒരു പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ടാണ് കാണുന്നത്. പലതിനെയും അവർ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഈഗോ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഈഗോ ഉള്ളത് കൊണ്ട് തന്നെ ആ പേഴ്സൺ അങ്ങോട്ട് വരാൻ കുറച്ച് മടിയാണ്. അവരതിനെ കൺട്രോൾ ചെയ്ത് മാക്സിമം കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഹെർമിറ്റിന്റെ എനർജി വന്നതുകൊണ്ട് തന്നെ സെൽഫ് പ്രിയോറിറ്റി ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ കൊടുക്കുന്ന ഇവരുടെ കാര്യത്തിലാണ്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പേഴ്സൺ കൂടുതലും ഇവരിലേക്ക് തന്നെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതാണ് പറഞ്ഞത് സെൽഫ് പ്രിയോറിറ്റി ഇവർ കൊടുക്കുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, ഫാമിലിയിലേക്ക് കൂടുതൽ ടൈം കൊടുക്കുമ്പോഴും ഏതൊരു കാര്യത്തിലേക്ക് കൂടുതൽ ടൈം കൊടുക്കുമ്പോഴും തൻ്റെ കാര്യങ്ങൾ എന്താണോ അതിലേക്കാണ് ഫോക്കസ്ഡ് ആകുന്നത്. പക്ഷെ അതിനകത്ത് പേഴ്സണലി ഉള്ളവരുടെ റിലേഷൻഷിപ്പിലെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഇവർ ഭയങ്കരമായിട്ടും കൺട്രോൾ ചെയ്ത് വെക്കുന്നത് പോലെയാണ്. ഓക്കെ, അതൊരു സെൽഫിഷ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതായത് അവരുടെ കാര്യങ്ങളിൽ പെടുന്നതായിരിക്കുമല്ലോ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ. അവരെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടം പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ ഇൻഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലൂടെ പോകുമ്പോഴും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾക്ക് മാത്രം അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യമാണ്. അത് അവരുടെ ഈഗോയിനകത്ത് വരുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ്, ഡബിളിന്റെ എനർജി വന്നിട്ടുണ്ട്. ഫിസിക്കൽ അട്രാക്ഷൻ ഇവിടെ നല്ല രീതിക്ക് തന്നെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മീൻസ് ഒരു റൊമാൻറ്റിക് എനർജി കാണുന്നുണ്ട്. ഒരു സെക്ഷുവലി ഉള്ള അട്രാക്ഷൻസ് കാര്യങ്ങളുണ്ട്. ഈ പേഴ്സൺ മാറി നിൽക്കുകയാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അതിന് അതേപോലെ തന്നെ ഷാഡോ സെൽഫ് കൊണ്ട് നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഷാഡോ സെൽഫ് എന്ന് പറയുമ്പം നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആർഗ്യുമെന്റ്സ് കാര്യങ്ങളായിരിക്കാം, വഴക്കുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡിസപ്പോയിൻമെന്റ് പോലെ അവരുടെ ഉള്ളിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഓക്കെ, ഒരു ഷാഡോ പോലെ, ഒരു നിഴല് പോലെ അവരുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയോ അവരുടെ ഉള്ളിൽ കിടക്കണ്ടേ. ചിലപ്പം ഈ പേഴ്സൺ തന്നെ ആയിരിക്കും ആദ്യം പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവുക. പക്ഷെ അവർ കൊണ്ടുവന്ന പ്രശ്നമാണെങ്കിലും നിങ്ങളുടെ വായിൽ നിന്ന് വീണിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളോ എന്തൊക്കെയോ അവരെ വേദനിപ്പിച്ച് ഉള്ളിനുള്ളിൽ കിടക്കുന്നത് പോലെയാണ്. സോ അത് ആ ഒരു ഷാഡോ സെൽഫ് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ കൊണ്ട് നടക്കുന്നുണ്ട്. അത് ഒരു നെഗറ്റീവ് പോയിന്റ് ആണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഒരു അഡിക്ഷൻ കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ മൂവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ ഒരു അഡിക്ഷൻ ആണത്. അതായത് അവർക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങി വരാൻ സ്വയം ശ്രമിക്കാത്തൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റേത്. ഓക്കെ, അതായത് അവർക്ക് ഇറങ്ങി വരാം, സിമ്പിൾ ആയിട്ട് ഇറങ്ങി വരാം. നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് ഇതിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി പറ്റത്തില്ല, ഇനിയിപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ കുടുങ്ങിപ്പോയി, ഞാനിവിടെ കുടുങ്ങിപ്പോയി, ഇനി എനിക്ക് പറ്റില്ല ഇറങ്ങി വരാന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം അത് ഡബിൾ കാർഡിനകത്ത് വരുന്നൊരു കാര്യമാണ്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കുടുങ്ങിപ്പോവുക. ഓക്കെ, അതായത് അധികാരം കാണിച്ച് കുടുക്കി വെക്കുക, ബ്ലാക്ക് മെയിൽ ആയിരിക്കാം, ബ്ലാക്ക് മാജിക് എനർജി ആയിരിക്കാം. സോ അങ്ങനെയുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിനകത്ത് ടോക്സിക് ആയിട്ടും കാണുന്നുണ്ട്. ഓക്കെ, മേ ബി ഈ ടോക്സിക് എനർജി നിങ്ങളിലേക്കും ഉള്ളതായിരിക്കാം. മീൻസ് നിങ്ങളും അങ്ങനെ ഈ റിലേഷൻഷിപ്പിലായി പോയിട്ടുണ്ടാവുമായിരിക്കും. അതായത് കൂടുതലായിട്ടും പൊസസീവ്നെസ് കാണിക്കുക, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, സെൽഫ് ഡൗട്ട് ചെയ്യുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഡൗട്ട് ചെയ്യുക. സോ ഇതൊക്കെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ് ആവാനുള്ള ഒരു റീസൺ ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം. അതിൽ റൊമാൻറ്റിക് എനർജി ഇപ്പം അവരുടെ ഫീലിങ്സ് ആയിട്ട് കാണുന്നുണ്ട്.
ഇവിടെ 4 ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ ലൈഫിൽ ബിസിയാണ്. അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം സ്ട്രെസ്ഫുള്ളും റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവർ റെസ്റ്റ് എടുക്കുകയാണ്. അതായത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ബാക്കി എല്ലാ കാര്യങ്ങളും ഈ പേഴ്സൺ നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം മാത്രം ഇവർ സൈഡിലോട്ട് നീക്കി വെക്കുന്നത് പോലെയാണ്. അതിലൊരു റെസ്റ്റും കാര്യങ്ങളാണ്. ബിക്കോസ് അവർക്ക് ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവരുടെ ഫീലിങ്സ് നോക്കുമ്പോൾ ഒരു ഡിസ്കണക്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ മാറ്റി നിർത്തുമ്പോഴും ഈ പേഴ്സന്റെ മനസ്സിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അവരതൊരിക്കലും വിട്ട് കളയുന്നില്ല, മറന്നു പോകുന്നുമില്ല. അവരതിനെ ആലോചിക്കുന്നുണ്ട്. ഒരു ഡിസ്കണക്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ അവരുടെ ലൈഫിലുള്ള ആളുകൾ ഇവർക്ക് സ്നേഹം കൊടുക്കാൻ തയ്യാറാണ്. ഓക്കെ, അതായത് സ്നേഹം കൊടുക്കുന്നുണ്ട്. എഗെയിൻ സ്നേഹം കൊടുക്കാൻ ആളുകൾ വരുന്നുണ്ട്. ഇവർ നിങ്ങളുടെ വ്യക്തിക്ക് പ്രപ്പോസൽസ് എഗെയിൻ വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഒരിക്കലും അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്തത് പോലെയാണ് കാണുന്നത്. ഓക്കെ, ഫീലിങ്സ് എന്താണ്? 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. വളരെയധികം നഷ്ടബോധം ഈ പേഴ്സൺ ഉണ്ട്. മനസ്സിലാക്കുക, അവരുടെ ലൈഫിൽ ബിസി ആണെങ്കിലും മനസ്സിലൂടെ അവർക്ക് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ഓർമ്മകളും കാര്യങ്ങളൊക്കെ. ഇത് 5 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നഷ്ടബോധം തോന്നുക എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക, അത് കൈവിട്ടു പോയി എന്ന് വിചാരിക്കുക, അതിലൊരു നഷ്ടബോധം അവർക്ക് തോന്നുക, വളരെയധികം ഒരു ലോൺനെസ് ഫീൽ ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, എലോൺ ആയിട്ട്, മാക്സിമം എലോൺ ആയിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നത് പോലെയാണ്. അതിന്റെ റീസൺ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇല്ലാത്തതിൻ്റെ ഒരു പ്രസൻസ് അത് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക്. അവരുടെ മൈൻഡ് സെറ്റ് ചില സമയത്ത് എത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അവർക്കത് ചെയ്യാൻ പറ്റാത്തത് പോലുള്ള ഒരവസ്ഥ. അതായത് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക്, ഒറ്റപ്പെട്ടൊരവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ആരൊക്കെ അവരിലേക്ക് കടന്നു വരികയാണെങ്കിലും നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഭയങ്കര ഒരു മിസ്സിങ് എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതായത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയണമെങ്കിൽ. 4 ഓഫ് വൺസിന്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ളൊരു ജീവിതം ഈ പേഴ്സൺ സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഡേ ഡ്രീം ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക്. മാരേജ് ഇവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് അവർ എടുക്കാൻ തീരുമാനിച്ച് വെച്ചേക്കുന്നത് പോലും മഴയായതുകൊണ്ട് കേൾക്കാനുള്ള സാധ്യത കുറവാണ്. അവര് നിങ്ങളുമായിട്ടുള്ളൊരു എന്താ പറയുക എൻഗേജ്മെന്റ് കാര്യങ്ങൾ, ഓക്കെ, അതിനൊരു നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് മേ ബി അവർ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം. ഇതൊരു റിയൂണിയൻ കാർഡും കൂടിയാണ്. ആൻഡ് അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഒരു ലോങ് ടേം ടൈമായിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒതുങ്ങി തീർക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ആയിട്ട് കുറേ നാളായിട്ടുണ്ടാകാം. സോ ഇതിനകത്തുനിന്നൊരു ഈ ഒരു ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഓൺ ആൻഡ് ഓഫ് പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷൻ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നിങ്ങളും ഈ വ്യക്തിയും കുറേ ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവായിരിക്കും. ഓക്കെ, കുറേ എഫേർട്ട് കൊടുക്കുന്നു, കുറേ നാൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു, അതിനുവേണ്ടി എന്താ പറയുക പ്രാർത്ഥിക്കുന്നു, ആശ്രയിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ആകാൻ വേണ്ടി പല മെത്തേഡ്സിലേക്കും പോകേണ്ടി വരും. മീൻസ് പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് നിങ്ങൾ മാത്രമല്ല, ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണും ഇത് ചെയ്യുന്നുണ്ട്. ആ പേഴ്സണും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ബിക്കോസ് ഈ പ്രശ്നങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. ഓക്കെ, 6 ഓഫ് സോൾസിന്റെ എനർജിയാണ്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. അതായത് തേർഡ് പാർട്ടീൻ്റെ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടീൻ്റെ കൂടെ പോകുമ്പോഴും മനസ്സില്ലാ മനസ്സോടെയാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. ബിക്കോസ് അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കൂടെ ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ആണ് അവർ മെയിൻലി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മൂവ് ചെയ്ത് പോകുന്നേ ഉള്ളൂ, പക്ഷെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവർ അത്ര ആ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടീൻ്റെ കൂടെ അവർ അത്ര ഹാപ്പി അല്ല. അവർക്ക് മനസ്സില്ല മനസ്സോടെയാണ് അവർ പോകുന്നത്. അതായത് പുറത്ത് ചിരിച്ചാലും അകത്തൊരു ഹാപ്പിനെസ് ഇല്ലാത്തൊരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി. പേജ് ഓഫ് സോട്സിന്റെ എനർജിയാണ്. ഇത് കോണ്ടാക്ടിന്റെ കാർഡാണ്. ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോണ്ടാക്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഇവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളിത് ഇൻഫോം ചെയ്യുക. സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. ഈ സ്പൈ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കാം, DPs ചെക്ക് ചെയ്യുന്നതായിരിക്കാം, സ്റ്റോറീസ് നോക്കുന്നതായിരിക്കാം. സോ അതൊരു ക്യൂരിയോസിറ്റിയാണ്.
നിങ്ങളുടെ പേഴ്സൺ വിട്ട് നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എസ് കോണ്ടാക്റ്റിൽ നിൽക്കുകയാണെങ്കിലും ഇവർക്ക് ഈ സ്പൈ വർക്ക് ചെയ്യുന്നത്, അതായത് ഇവർക്ക് അതിനൊരു ക്യൂരിയോസിറ്റിയാണ്, ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് അറിയണം എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവർ മാറി നിന്ന് നിങ്ങളെ നോക്കുന്നുണ്ട്, ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നല്ല രീതിക്ക് തന്നെ ഉണ്ട് ഈ പേഴ്സൺ. അത് പോസിറ്റീവാണ്, ക്ലെയിം ചെയ്യുക. ക്യൂൻ ഓഫ് സൂട്ട്സിന് എനർജി വന്നിട്ടുണ്ട്, 4 ഓഫ് സൂട്ട്സിന് എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റിസിന്റെ കാർഡാണ് ക്യൂൻ ഓഫ് സൂട്ട്സ് എന്ന് പറയുന്നത്. സോ ഈ പേഴ്സൺ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പം അവർ മാക്സിമം പഴയതുപോലെ നിങ്ങളുടെ അടുത്ത് ഇടപഴകുന്നുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ പഴയതുപോലെ ഫീലിങ്സ് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. പഴയ തരത്തിൽ ഈ റിലേഷൻഷിപ്പിനെ അടുപ്പിക്കാത്ത രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന, അത് നിങ്ങൾക്ക് മാത്രമല്ല പുറത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ വേറെ റിലേഷൻ മീൻസ് അവരുടെ ചുറ്റിനുമുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലീസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഈ ബൗണ്ടറി ബാധകമാണ്. ഓക്കെ, ആൻഡ് അതുപോലെ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മീൻസ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണം. ഇത് ഈ നിങ്ങൾക്കും ക്ലാരിറ്റി ഇല്ലായ്മ, അതുപോലെ ഈ പേഴ്സണും ക്ലാരിറ്റി ഇല്ലായ്മ നല്ല രീതിക്ക് റിലേഷൻഷിപ്പിലുണ്ട്. അതും നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന, ജഗ്ലിംഗ് അവസ്ഥ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. സോ ഇവിടെ ഒരു ക്ലാരിറ്റി ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണം. മേ ബി അതുകൊണ്ടായിരിക്കാം അവർ മെസ്സേജ് അയക്കാനും ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇൻഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് ഈ പേഴ്സണ് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. സോ അതുകൊണ്ടായിരിക്കും. ആൻഡ് 4 ഓഫ് സോട്ട്സിന് എനർജി വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവർ റെസ്റ്റ് എടുക്കുകയാണ്. അതായത് അതിനെ ഒരു സൈഡിലേക്ക് അവർ മാറ്റി വെച്ചേക്കാണ്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രീതിയിൽ അവരതിനെ മാറ്റി വെച്ചേക്കാണ്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും ഇവരുടെ മനസ്സിൽ പ്ലാനിങ്സ് നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ഫ്യൂച്ചർ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പ്ലാനിങ്സും കാര്യങ്ങളും വളരെയധികം നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാർഡ് തേർഡ് പാർട്ടിയുടെ കൂടെ കാർഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാക്ക് മാജിക് എനർജിയോ ബ്ലാക്ക് മെയിൽ എനർജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. കാരണം സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിനെ ഇവിടെ കാണുന്നുണ്ട്. സോ അതും നിങ്ങളുടെ ഇടയിലുള്ള ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് മാസ്റ്റർ കാർഡായിട്ട് 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അത് ഡിസപ്പോയിന്റ്മെന്റ് ഉള്ള, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസപ്പോയിന്റ്മെന്റ് ഉള്ള ഒരു പേഴ്സൺ എനർജിയാണ്. ഒറ്റയ്ക്ക് മൂവ് ഓൺ ചെയ്ത് അവരിങ്ങനെ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പോലും, എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഒരു മിസ്സിങ് എനർജിയാണ് അവർക്ക്, അല്ലെങ്കിൽ എലോൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവർ മാറി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനും അതുപോലെ തന്നെയുള്ള ഓവർ ആയിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ നമ്മൾ കണ്ടു. അതൊക്കെ റീസൺസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ഒരു കാരണവും എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയിൽ എപ്പോഴും വഴക്കുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈഗോ ക്ലാഷസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ മിസ്സിങ് ഉള്ള അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കുന്ന ഒരാൾക്ക് ഇന്ന് കോണ്ടാക്ട് ചെയ്തുകൂടെ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ ആ റീസൺസും കാര്യങ്ങളും ഒന്നും കൂടി എടുത്തു പറഞ്ഞത് കേട്ടോ. അത് നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് പറയുന്നുണ്ട്. ഇനി നമുക്ക് സോഡിയക് സൈൻ നോക്കാം. ലിബ്ര ഉണ്ട്. ലിബ്ര എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ചിത്തിര, ജ്യോതി, വിശാഖം വരും. ലിബ്ര എഗെയിൻ വന്നിട്ടുണ്ട്. അക്യൂറിയസ് വന്നിട്ടുണ്ട്. അക്യൂറിയസ് വരുമ്പോൾ അവിട്ടം, ചതയം, പൂരുരുട്ടാതി. ടോറസ് വന്നിട്ടുണ്ട്. കാർത്തിക, രോഹിണി, മകേരം വരും. ഏജസ് വന്നിട്ടുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക വരും. ടോറസ് എഗെയിൻ വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ വന്നിട്ടുണ്ട്. ഉത്രാടം, തിരുവോണം, അവിട്ടമാണ്. ക്യാൻസർ വന്നിട്ടുണ്ട്. പൂർണ്ണതം, പൂയം, ആയില്യമാണ്. വിർഗോ വന്നിട്ടുണ്ട്. ഉത്രം, അത്തം, ചിത്തിര. ക്യാൻസർ എഗെയിൻ വന്നിട്ടുണ്ട്. ലിയോ വന്നിട്ടുണ്ട്. മകം, പൂരം, ഉത്രാടം. വിർഗോ എഗെയിൻ വന്നിട്ടുണ്ട്. ലിയോ എഗെയിൻ വന്നിട്ടുണ്ട്. ആൻഡ് അവസാനമായിട്ട് സ്കോർപ്പിയോ ഉണ്ട്. സ്കോർപ്പിയോ വിശാഖം, അനിഴം, തൃക്കാട്ടയാണ് കേട്ടോ. ഇനി ക്ലോസും കൂടി കുറച്ച് നോക്കാം. നമ്പർ വന്നിട്ടുണ്ട്. ആൻഡ് 35 വന്നിട്ടുണ്ട്. ലെറ്റർ പി വന്നിട്ടുണ്ട്. ക്യൂ വന്നിട്ടുണ്ട്. ഐ വന്നിട്ടുണ്ട്. ലെറ്റർ ജി വന്നിട്ടുണ്ട്. 15 വന്നിട്ടുണ്ട്. 50 ആൻഡ് 38 ആണ്. ലെറ്റർ എ വന്നിട്ടുണ്ട്. നമ്പർ 1 വന്നിട്ടുണ്ട്. 36 വന്നിട്ടുണ്ട്. 27.
ലെറ്റർ ടി നമ്പർ 6 വന്നിട്ടുണ്ട്. 26 വന്നിട്ടുണ്ട്. ലെറ്റർ എഫ് വന്നിട്ടുണ്ട്. 25 നമ്പർ വന്നിട്ടുണ്ട്. ലെറ്റർ ആർ വന്നിട്ടുണ്ട്. നമ്പർ 1 11 വന്നിട്ടുണ്ട്. 43 വന്നിട്ടുണ്ട്. 49 24 23. ലെറ്റർ എ നമ്പർ 36 22. ലെറ്റർ പി 40 നമ്പർ 12 വന്നിട്ടുണ്ട്. ലെറ്റർ ഡി വന്നിട്ടുണ്ട്. 37 വന്നിട്ടുണ്ട്. 31 ലെറ്റർ ടി വന്നിട്ടുണ്ട്. ലെറ്റർ എൽ 21 വന്നിട്ടുണ്ട്. 28 വന്നിട്ടുണ്ട്. 34 ലെറ്റർ എ അഗെയിൻ വന്നിട്ടുണ്ട്. 30 വന്നിട്ടുണ്ട്. ലെറ്റർ എസ് വന്നിട്ടുണ്ട്. 21 വന്നിട്ടുണ്ട്. ലെറ്റർ എം വന്നിട്ടുണ്ട്. എൻ വന്നിട്ടുണ്ട്. 10 വന്നിട്ടുണ്ട്. ലെറ്റർ സി വന്നിട്ടുണ്ട്. 7 വന്നിട്ടുണ്ട്. ഡി വന്നിട്ടുണ്ട്. ലെറ്റർ ഇസഡ് വന്നിട്ടുണ്ട്. 34 40 39 ലെറ്റർ ബി. ഓക്കെ, ഇത് നിങ്ങളുടെ നെയിം ആയിരിക്കാം, നെയിമിൻ്റെ ലെറ്റേഴ്സ് ആയിരിക്കാം, ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിങ് ഇതാണ്. ഇതിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻലി കോണ്ടാക്റ്റിൻ്റെ കാര്യങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ താഴെ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ നോക്കേണ്ട റീഡിങ്സ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.